ഹായ് കുട്ടികളെ, സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വേരിയസ് സ്റ്റേജസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്. ഇപ്പോൾ ആദിമ മനുഷ്യൻ എവിടെയാണ് താമസിച്ചിരുന്നത്? കാടുകളിലാണ്, വനങ്ങളിലാണ് താമസിച്ചിരുന്നത്. ദേ ലിവ്ഡ് ബൈ ഗ്യാതറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് അനിമൽസ് ടു ഈറ്റ് ദെയർ മീറ്റ്. അപ്പോൾ അവരെന്ത് ചെയ്തു? വേട്ടയാടി മൃഗങ്ങളെയും അത് കണക്ക് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ശേഖരിച്ച് അത് ഭക്ഷിച്ചാണ് ആദിമ മനുഷ്യൻ കാടുകളിൽ വസിച്ചിരുന്നത്. ദേ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺസ്. അപ്പോൾ അവർ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചിരുന്ന റഫായിട്ടുള്ള സ്റ്റോണാണ് അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. സിൻസ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് വെപ്പൺസ് ദിസ് പീരീഡ് ഈസ് കാൾഡ് സ്റ്റോൺ ഏജ്. അപ്പോൾ സ്റ്റോണാണ് ടൂൾസായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ സ്റ്റോൺ ഏജ് എന്ന് അല്ലെങ്കിൽ ശിലായുഗം എന്ന് വിളിച്ചു. ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെൻറ്റ് അച്ചീവ്ഡ് ഓവർ ടൈം ഇൻ വെപ്പൺ ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ദ സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സ്റ്റേജസ്. അപ്പോൾ സ്റ്റോണാണ് ആദ്യത്തെ ടൂൾ. അപ്പോൾ ആ ടൂൾ അനുസരിച്ച് അതിൻ്റെ മാറ്റം അനുസരിച്ച് സ്റ്റോൺ ഏജിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. അപ്പോൾ എന്താണ്? സ്റ്റോൺ ഏജിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്ന് 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയസ് സ്റ്റോൺ ഏജ്. അപ്പോൾ ഓരോ സ്റ്റോൺ ഏജിൻ്റെയും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്. ഫസ്റ്റ് ഫേസ് ഓഫ് ദി സ്റ്റോൺ ഏജ് യൂസ്ഡ് റഫ് സ്റ്റോൺ ആസ് ടൂൾസ്, ഗ്യാതറിങ് ആൻഡ് ഹണ്ടിങ് ആസ് ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അപ്പം പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് സ്റ്റോൺ ഏജിൻ്റെ ഫസ്റ്റ് ഫേസ്, ആദ്യ ഘട്ടം അല്ലേ, ആദ്യത്തെ കാലഘട്ടമാണ് ഏത്? പാലിയോലിത്തിക് ഏജ്. ഈ കാലഘട്ടത്തിൽ റഫായിട്ടുള്ള സ്റ്റോണാണ് ടൂൾസായിട്ട് ഉപയോഗിച്ചിരുന്നത്. സാധാരണ ഉരുളം കല്ലുകളോ ഒക്കെയാണ് ടൂൾസായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഗ്യാതറിങ് ആൻഡ് ഹണ്ടിങ് ആസ് ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അപ്പോൾ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഫ്രൂട്ട്സൊക്കെ ശേഖരിക്കുക, അത് കണക്ക് തന്നെ മൃഗങ്ങളെ വേട്ടയാടുക, ഇതൊക്കെ മാത്രമായിരുന്നു. മെസോലിത്തിക് ഏജ് ആയപ്പോഴോ യൂസ്ഡ് സ്മാളർ സ്റ്റോൺ ടൂൾസ്, ഫൈൻ സ്റ്റോൺ ടൂൾസ്, ഫൈനായിട്ടുള്ള കുറച്ചുകൂടി കൂർത്തതായിട്ടുള്ള ചെറുതായിട്ടുള്ളതുമായിട്ടുള്ള ആയുധങ്ങൾ അവർ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. യൂസ്ഡ് എഡിബിൾ ഗ്രാസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. അപ്പോൾ ഭക്ഷ്യയോഗ്യമായ പുല്ലുകളും അത് കണക്ക് മത്സ്യവും ഒക്കെ അവർ ആഹാരത്തിനായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. അനിമൽ സ്കിൽ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. വസ്ത്രം ധരിക്കാൻ തുടങ്ങിയ കാലഘട്ടവും അതായിരുന്നു. എന്നൊക്കെയായിരുന്നു വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്? അനിമൽ സ്കിൻ, അത് കണക്ക് ബാർക്ക് ഓഫ് ട്രീസ്, മരത്തിൻ്റെ തോലുകളും അത് കണക്ക് ഇലകളും ഒക്കെ അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു. 3ാമത്തെ ഏജ് എന്ന് പറയുന്നത് നിയോലിത്തിക് ഏജ്. യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, ഇൻവെൻറ്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. അപ്പോൾ എന്താണ്? യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. കുറച്ചുകൂടി വിപുലീകരിച്ച് പോളിഷ് ആയിട്ടുള്ള സ്റ്റോൺ ടൂളുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് നവീന ശിലായുഗം എന്ന് വിളിക്കാം. ഈ കാലഘട്ടത്തിൽ എന്ത് ആരംഭിച്ചു? കൃഷി ആരംഭിച്ചു. ഇൻവെൻറ്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. വീൽ കണ്ടുപിടിക്കുകയും അത് കണക്ക് തന്നെ മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. Bhimketa in Madhya Pradesh is the important rock shelter in India which was inhabited by Stone Age humans. അപ്പം മധ്യപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോക്ക് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ റോക്ക് ഷെൽട്ടർ പാറ. അപ്പം ആ കാലഘട്ടത്തിലെ മനുഷ്യർ താമസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആയിരുന്നു മധ്യപ്രദേശിലെ ബിംകേട്ട.
പെയിൻറ്റിങ്സ് ഇൻസൈഡ് ദിസ് കേവ്സ് ടെൽ us about the varied life of the ancient humans. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ഗുഹ പെയിൻറ്റിങ്സുകളിൽ നിന്നും ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദിസ് കേവ് പെയിൻറ്റിങ്സ് ആർ ആൾസോ എ പ്രൂഫ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ. അവരുടെ ആശയവിനിമയം, അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നിലനിന്നിരുന്നത്, അവരുടെ ആശയങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ വെംഗേട്ട കേവ് പെയിൻറ്റിങ്സിൽ നിന്നും കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കിയത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോലിത്തിക് മെസോലിത്തിക് പീരീഡ് ഓൺ സ്ട്രിപ്സ് ആൻഡ് പ്ലേസ് ദം ഇൻ ബൗൾ. അപ്പോൾ നിങ്ങൾ പാലിയോലിത്തിക് അത് കണക്ക് തന്നെ മെസോലിത്തിക് ന്യൂലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി ചാർട്ടാക്കി ക്ലാസ് റൂമിൽ സൂക്ഷിക്കാനാണ് പറയുന്നത്. ബട്ട് നിങ്ങളുടെ ടീച്ചർ പറയുന്നത് പോലെ ആ വർക്കൊക്കെ നിങ്ങൾ ചെയ്യുക. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. ഇപ്പോൾ കൃഷിയുടെ ആരംഭവും. അപ്പോൾ കൃഷി തുടങ്ങുമ്പോൾ എന്ത് പറ്റും, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലം വേണം. അത് കണക്ക് തന്നെ കൃഷി പരിപാലിക്കാനൊക്കെ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് വേണം, അല്ലെ, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വാസസ്ഥലം ആവശ്യമാണ്. യു ഹാവ് ബീൻ സീൻ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ നിയോലിത്തിക് ഏജ്. അപ്പം സ്റ്റോൺ ഏജിൽ തന്നെ മധ്യശിലായുഗത്തിലാണ് എന്ത് തുടങ്ങിയത്, കൃഷി ആരംഭിച്ചത്. As humans started farming, it became necessary for them to settle near the farmland. അപ്പോൾ കൃഷി തുടങ്ങിയപ്പോൾ കൃഷിസ്ഥലത്തിനടുത്തായിട്ട് താമസിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടാകുകയും ചെയ്തു. They settled in near farms in to maintain crops, protect the field from wild animals and to care their domesticated animals. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് അവർ കൃഷി ചെയ്ത കാർഷിക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും, അത് കണക്ക് തന്നെ വൈൽഡ് അനിമൽസിൽ നിന്നൊക്കെ രക്ഷിക്കാനും വേണ്ടിയും, അത് കണക്ക് തന്നെ ഡൊമസ്റ്റിക് അനിമൽസിനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. വാട്ട് ചേഞ്ചസ് മൈറ്റ് സെറ്റിൽഡ് ലൈഫ് ഹാവ് ബ്രോട്ട് ഫ്രം ദ ഹ്യൂമൻസ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത്. ഡൊല്ലിങ് ബിഗാൻ ടു ബിൽറ്റ്. അപ്പം ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങുന്നു. പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ഷൻ മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്കഡ് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഒരു പ്രദേശത്ത് കുറേ ആൾക്കാർ താമസിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ വർദ്ധിക്കുകയും അതൊരു ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സെറ്റിൽമെൻറ്റ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. സെറ്റിൽമെൻറ്റ് എന്ത് ചെയ്തു, ഗ്രാമജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, ഒരു സമൂഹം ഉണ്ടാകുന്നതിലേക്കൊക്കെ വഴിതെളിക്കുകയും ചെയ്തു. ഫ്രം സ്റ്റോൺ ടു മെറ്റൽസ്. അപ്പോൾ സ്റ്റോണിൽ നിന്നും മെറ്റൽസിലേക്കുള്ള അവരുടെ മാറ്റം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് കാണുക, ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.